ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. കണ്ണപ്പ കണ്ണപ്പ ഓക്കെ, കണ്ണപ്പന്റെ ടീസർ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ടീസറാണ്. ഞാൻ സത്യമായിട്ടും കട്ട വെയിറ്റിംഗ് ആണ് സിനിമ. കാരണം ഒരു എപ്പിക് ഹിസ്റ്റോറിക് ഭയങ്കരമായ പടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ലാലേട്ടൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലാലേട്ടനെ കാണിക്കുമെന്ന് അറിയണം. പ്രഭോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രഭാസ് പുള്ളിക്കാരൻ ഇതിൽ കാണിക്കുമെന്ന് അറിയണം. അങ്ങനെ പലതരം ആകാംക്ഷകളാണുള്ളത്. എന്തായാലും കണ്ടു വെക്കാം. 1 മിനിറ്റ് 40 സെക്കൻഡ്. റെഡി റെഡി റെഡി. അയ്യോ സോറി, വേറെന്തോ സംഭവം. കാലമുഖ വായുലിംഗത്തെ എടുത്തു വരാൻ നീ പറഞ്ഞയച്ച 50 പേരെയും നിന്റെ അനിയൻ രംഗനെയും കൊന്നടാ. എല്ലാവരെയും തീർത്തിരിക്കുന്നു. എന്റെ അനിയനെ കൊല്ലണമെങ്കിൽ 100 പേര് ശ്രമിച്ചാലും നടക്കില്ല. എത്ര പേര് ചേർന്നാ കൊന്നത്? അത് കേട്ടാൽ നീ സഹിക്കില്ല. കൊന്നത് ഒരേ ഒരാളാ. തിന്നടൂ. ഭയങ്കരமான കണ്ണുകൾ. പ്രഭാസിനെ ഉള്ളത് എന്താ കണ്ണുകൾ. ആരാണ് അത്? നമ്മുടെ ശിവയ്യ എന്ന് വിളിച്ച നമ്മുടെ പുള്ളിക്കാരല്ലേ? എന്താണ് ബഡേമിയാൻ ചോട്ടേമിയാനിലെ ബഡേമിയാൻ അല്ലേ? ഇവിടെ പേരെന്താണ്? അയ്യോ, കാഞ്ചനയിലെ ഹിന്ദി ആർപിക്കിന്റെ പരസ്യം. പുള്ളിയുടെ പേരും കിട്ടത്തില്ലല്ലോ. അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ അല്ലേ അത്? എന്റെ ഡൗട്ട്. എനിക്ക് തോന്നുന്നു അക്ഷയ് കുമാർ എന്നാണ്. ലാലേട്ടൻ ഒരു മിന്നായം പോലെ ജസ്റ്റ് ഒന്ന് പോയി മൂട്ടയൊക്കെ വളർത്തി. എനിക്ക് തോന്നുന്നു ലുക്ക് വൈസ് ഭയങ്കരമായ ഒരു സംഭവം ലാലേട്ടൻ വരാറുണ്ട്. പ്രഭാസിനെ കാണിച്ചപ്പോഴും ആ 2 കണ്ണുകൾ, മറ്റേ ബാഹുബലി പറയുന്ന പോലെ ആ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വന്നു പോയി. ബാക്കിയെല്ലാം ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കണ്ണപ്പ അത്രയും വലിയ സംഭവം കൊണ്ട് ഒരു എപ്പിക് സാധനം. എത്രയുടെ 600 കോടി അതല്ല കൽക്കിയാണോ അല്ലേ? എത്രയോ കോടിയൊക്കെ മുടക്കുന്നുണ്ട്. ഭയങ്കര ചരിത്ര പടം, ഭയങ്കര എന്താ പറയാ, മഹാഭാരതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഭൈരവ സിനിമ ഉണ്ടല്ലോ നമ്മുടെ രാം ചരന്റെ, 100 പേരെ ഒറ്റക്ക് നിന്ന് കൊല്ലുന്ന യോദ്ധാവ് എന്ന് പറഞ്ഞാൽ 50 പേരെയും കൊന്നടാ എന്നാണ് പറഞ്ഞത്. ഈ ഒരു തീരെ ഒരു കളറിംഗ് ഒന്നും രസമില്ലാത്ത പോലെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ പടം നന്നാവട്ടെ. നമ്മൾ ടീസറോ ട്രെയിലറോ കണ്ട് മാത്രം കുറ്റം പറയാനോ ഒന്നും പറ്റില്ല. ലാലേട്ടൻ, അതുപോലെ ഈ പറഞ്ഞ പോലെ പ്രഭാസ്, പിന്നെ ഈ അക്ഷയ് കുമാർ ആണെങ്കിൽ അക്ഷയ് കുമാർ, അങ്ങനെ വലിയ വലിയ ഒരുപാട് നടന്മാരെ കണ്ട്. ലാലേട്ടൻ അങ്ങനെ വെറുതെ ഒന്നും പോയി. പ്രഭാസിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദിപുരുഷ് പോലൊരു ബ്രഹ്മാണ്ഡ സിനിമയിൽ അഭിനയിച്ച പുള്ളിക്കാരനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ലാലേട്ടൻ അങ്ങനെ ചെയ്യുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പൊ പലരും മലൈക്കോട്ട വാലിബനൊക്കെ പറയും. പക്ഷെ മലൈക്കോട്ട വാലിബൻ നിങ്ങൾ അതിലെടുക്കരുത്. കാരണം ക്വാളിറ്റി വൈസ് ഗംഭീരമാണ്. എന്തൊരു മേക്കിംഗ് ആണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. മിക്സഡ് റിവ്യൂ എന്ന സംഭവമാണ്. ഈ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും എന്റെ കളർ ഗ്രേഡിങ്ങും ഫ്രെയിംസ് ഒക്കെ എന്ത് ഭംഗിയത്. ഇത് വെറുതെ അല്ലേ ഒരു ലോക്കൽ പടം എടുത്തു വെച്ച പോലൊരു സംഭവം. പക്ഷെ ഇത്രയും വലിയ നടന്മാരുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്റെ മാത്രം തോന്നലുകളാണെങ്കിൽ എന്റെ തോന്നലുകളാണല്ലോ ഞാൻ പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക. അല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ സംഭവമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറെ സ്ഥലങ്ങളിൽ ഈ ഭൈരവ പോലത്തെ സിനിമകൾ, പിന്നെ ഈ തെലുഗിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഇങ്ങനത്തെ സിനിമകളുണ്ടല്ലോ. യോദ്ധാവ്, ഒരു ധീരനായ യോദ്ധാവ്, അയാൾ കുറെ ആൾക്കാരെ അല്ലെ 100 ആൾ ഒരുമിച്ച് കൊല്ലുന്നു, 150 ആൾ ഒരുമിച്ച് കൊല്ലുന്നു, ഇത്തരത്തിലുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് കാണിച്ചത് പോലെ തോന്നി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ, കാരണം ലാലേട്ടനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. പ്രഭാസനെയും ജസ്റ്റ് ഒന്ന് സെക്കൻഡ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളത്. പിന്നെ ശിവ എന്ന് വിളിക്കുമ്പോൾ ശിവയ്യാന്നോ ശിവ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ലോർഡ് ശിവ അതായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എനിവേ, അക്ഷയ് കുമാർ എന്ന് തോന്നിയ ആൾ, പുള്ളിക്കാരൻ ജസ്റ്റ് കണ്ണു തുറക്കുന്ന കാണി അന്വേഷണം കാണിച്ചിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ അതിനുശേഷമൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ സീൻസ് വരുമ്പോഴായിരിക്കാം ഇതിന്റെ ഒരു എത്രമാത്രം ബ്രഹ്മാണ്ഡമാണ്, എത്രമാത്രം എപ്പിക് ആണെന്നുള്ള നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. അങ്ങനെ
വിശ്വസിച്ച് സമാധാനിക്കാമെന്ന് എനിക്കിപ്പോൾ ഇഷ്ടം. ട്രെയിലർ വരട്ടെ, അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് 40 സെക്കൻഡ് നേരത്തെ കണ്ടതിൽ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമുള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. എന്തോ വലിയ സംഭവമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തെ അംഗീകരിക്കുന്നു. ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ട് കൂടുതൽ സംസാരിക്കുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് അറിയണമല്ലോ. സോ ലാലേട്ടന് വേണ്ടി മാത്രം ഈ പടത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു.